കിട്ടിയ സന്തോഷത്തിൽ രണ്ടുപേരും അമ്മുവിന്റെ വീട്ടിലേക്ക് ചെന്നു. അവർ ചെന്നപ്പോഴേക്കും അശ്വിനും വന്നിരുന്നു. ചേട്ടായി, ഞങ്ങൾക്ക് ജോലി കിട്ടി, ദ ഗ്രേറ്റ് വർമ്മ ഗ്രൂപ്പ്സിൽ. അമ്മു ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അശ്വിൻ ഇരുന്നയിടത്തു നിന്നും ചാടി എഴുന്നേറ്റു. സത്യമാണോ അമ്മൂസേ? അവൻ കണ്ണുകൾ വിടർത്തിക്കൊണ്ട് ചോദിച്ചു. അതെ ചേട്ടായി, ഞങ്ങൾക്ക് തന്നെ ഇത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ചേട്ടായിക്ക് അറിയോ, ഞങ്ങളോട് ക്വസ്റ്റ്യൻസ് പോലും അവർ ചോദിച്ചില്ല. എല്ലാ കുട്ടികളും ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചത് വന്ന് പറഞ്ഞു. എന്നോടാണേ വീട്ടിൽ ആരൊക്കെയുണ്ട്, ചേട്ടായി എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചു. ഇവളോടാണെങ്കിൽ ഒരൊറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, എനിക്ക് ജോബ് കിട്ടി, നിനക്ക് വേണ്ടേ എന്ന്. അപ്പോൾ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, നമ്മുടെ ഭാഗ്യം, അല്ലെങ്കിൽ പിന്നെ എല്ലാവരോടും ചോദിച്ചതുപോലെ നമ്മളോട് ചോദിക്കാൻ അവർക്ക് തോന്നിയില്ലല്ലോ. സോനയും ചിരിയോടെ പറഞ്ഞു. അപ്പോഴേക്കും അമ്മുവിൻ്റെ അമ്മയും അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. ജോലി കിട്ടിയ കാര്യം പറഞ്ഞതും അവർക്കും സന്തോഷമായി. എന്നാ നിങ്ങൾക്ക് ജോയിൻ ചെയ്യേണ്ടത്? അശ്വിൻ സംശയത്തോടെ ചോദിച്ചു. എക്സാം കഴിഞ്ഞ് പിറ്റേന്ന് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. അമ്മു ചിരിയോടെ പറഞ്ഞു. അപ്പോൾ എൻ്റെ രണ്ട് മക്കൾക്കും കിടിലൻ ജോലിയൊക്കെ കിട്ടിയ സ്ഥിതിക്ക് ഇന്ന് ചേട്ടായിയുടെ വക വൈകിട്ട് ട്രീറ്റ് ഉണ്ട്. വൈകിട്ട് ഇങ്ങ് പോരെ നീ? അവൻ സോനയെ നോക്കി പറഞ്ഞതും അവൾ ചിരിയോടെ തലയാട്ടി. അവൻ അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു. ചിരിച്ചുകൊണ്ട് അവനെ നോക്കി. ഇരു കണ്ണിലും കവിളിലും ചുംബിച്ചുകൊണ്ട് അവൻ അവളുടെ താഴെത്തുമ്പിൽ ചുണ്ടുകൾ ചേർത്തു. ചിരിയോടെ കണ്ണടച്ചു കിടക്കുകയായിരുന്നു അവൾ. നിറഞ്ഞ ചിരിയോടെ അവൻ്റെ മുൻപിൽ കിടക്കുന്നവളെ അവനൊന്ന് നോക്കി. അവൻ്റെ കണ്ണുകൾ വിടർന്നു. അമ്മൂട്ടാ, അവനവളുടെ ചെവിയിൽ കടിച്ചു വലിച്ചുകൊണ്ട് വിളിച്ചതും അവൾ കണ്ണുകൾ തുറന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഏട്ടാ, അവൾ കൊഞ്ചലോടെ വിളിച്ചു. ഞാൻ സ്വന്തമാക്കിക്കോട്ടെ നിന്നെ. പ്രണയത്തോടെയുള്ള അവൻ്റെ ചോദ്യത്തിൽ അവൾ നാണം കൊണ്ട് ചുവന്ന് തുടുത്തു. പിന്നെ അവനെ നോക്കി പുഞ്ചിരിച്ചു. അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖമമർത്തി. അവളുടെ കഴുത്തിൽ മുഴുവൻ ചുംബിച്ചുണർത്തി. അവൻ്റെ ചുംബനകൾ അവളെ ചുട്ടുപൊള്ളിച്ചു. അവളുടെ നഗ്നമായ ശരീരത്തിലേക്ക് അവൻ അമർന്നു. അവൻ്റെ വിരലുകൾ അവളുടെ തുടയിടുക്കിലേക്ക് നീണ്ടു. ഏട്ടാ, വേണ്ട, അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. വൺസ് മോർ അമ്മൂട്ടാ. അവൻ്റെ നിശ്വാസം അവളിൽ പടർന്നു. അവൻ്റെ മുടികൾ അവളുടെ ശരീരത്തിലൂടെ ഓടി നടന്നു. അവൻ്റെ കഴുത്തിൽ കിടന്നിരുന്ന മാലയിൽ അവൾ വിരലുകൾ കോർത്തു പിടിച്ചു. ഒടുവിൽ അവൻ്റെ ശരീരം നഗ്നമായ അവളുടെ ശരീരത്തിലേക്ക് ചലിച്ചു തുടങ്ങിയതും അവൾ മറ്റൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരുന്നു. ഉടലാകെ വിറച്ചുപോയി, വിയർത്തുപോയി അവൾ. ഏട്ടാ, അവൾ വിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു. മുറിയിൽ ലൈറ്റിട്ടു. ജഗ്ഗിലിരുന്ന വെള്ളം അവൾ വായിലേക്ക് കമഴ്ത്തി. ഡ്രസ്സൊക്കെ വിയർത്തൊട്ടി ശരീരത്തോട് ചേർന്നിരുന്നു. അതൊക്കെ ഒരു സ്വപ്നമാണെന്ന് വിശ്വസിക്കാൻ അവൾക്ക് കുറച്ച് സമയമെടുത്തു. എന്താ എന്താ ഇങ്ങനെയൊക്കെ കാണുന്നത്? എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ മാതാവേ. ഇതിപ്പോ രണ്ടാമത്തെ തവണയാ ഇങ്ങനെയൊക്കെയുള്ള സ്വപ്നം, അവൾ സ്വയം പറഞ്ഞു. അവന്റെ വീടിന്റെ ബാൽക്കണിയിൽ അവൻ കയ്യിലിരുന്ന സിഗരറ്റ് പാക്കറ്റിൽ നിന്നും ഒരെണ്ണമെടുത്ത് ചുണ്ടിലേക്ക് വെച്ച് ലൈറ്റർ കത്തിച്ചു. ഫോണിൽ സോനയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന അവളുടെ ഫോട്ടോ സൂം ചെയ്ത് നോക്കി. പിന്നെ പുച്ഛത്തോടെ അതിലൊന്ന് തലോടി. വെൽക്കം മൈ ഗേൾ, ഐ കാൺ വെയിറ്റ് എനിമോർ മൈ വൈഫി. അവൻ ചിരിച്ചുകൊണ്ട് ആ ഫോട്ടോയിലേക്ക് നോക്കി പറഞ്ഞു. അമ്മോ, അശ്വിൻ വിളിച്ചുകൊണ്ട് വാതിൽ തുറന്നു. ചേട്ടായി, അവൾ ഓടിച്ചെന്ന് അവനെ ഇറുക്കി പിടിച്ചു. എന്താ അമ്മോ, എന്തു പറ്റി? നീ പേടിച്ചതുപോലെ ഉണ്ടല്ലോ. എന്താടാ? അവനെ ഇറുക്കി പിടിച്ച് നെഞ്ചിലേക്ക് മുഖമമർത്തി നിൽക്കുന്ന അവളെ തലോടിക്കൊണ്ട് അവൻ വിളിച്ചു. അത് സ്വപ്നം കണ്ടതാ. ഇന്ന് സ്വപ്നം കണ്ടോ? ഈ പെണ്ണിനെ എന്തോ ചെയ്യാനാ മാതാവേ? ഇന്ന് നീ താഴെ വീണോടി? ചിരിയോട് ചോദിച്ചതും അവൾ മുഖം വീർപ്പിച്ചു. ഇന്ന് എന്തായിരുന്നു സ്വപ്നം? അവൻ കൈകൾ മാറിൽ കെട്ടി പുരികം പൊക്കി ചോദിച്ചു. പെട്ടെന്ന് അവൾ കണ്ട സ്വപ്നം അവളുടെ മനസ്സിൽ കൂടി കടന്നുപോയി. അവൾ കണ്ണുകളൊന്ന് ഇറുക്കി അടച്ചു തുറന്നു. അത് പിന്നെ ഓർമ്മയില്ല, അവൾ പെട്ടെന്ന് പറഞ്ഞു. നിനക്ക് ഈയിടെയായിട്ട് സ്വപ്നങ്ങളൊന്നും അങ്ങോട്ട് ഓർമ്മയില്ലല്ലോ മോളെ. ഇത്രയും പേടിച്ച് വിയർക്കാൻ മാത്രം നീ എന്ത് സ്വപ്നമാടി കണ്ടത്? അറിയില്ല ചേട്ടായി, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ശരി, സാരമില്ല, മോള് കിടന്നോ, ചേട്ടായി ഇവിടെ ഇരിക്കാം. അവൻ കട്ടിലിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് കട്ടിലിലേക്ക് കിടന്നു. ആ സ്വപ്നത്തിന്റെ പ്രതിഫലനം എന്ന പോലെ അവളുടെ ശരീരത്തിലുണ്ടായ മാറ്റങ്ങൾ അവളെ തന്നെ അത്ഭുതപ്പെടുത്തി. അവൾ ഉറങ്ങിയെന്ന് മനസ്സിലായതിനു ശേഷമാണ് അവൻ മുറിയിൽ നിന്നും പോയത്. പിറ്റേന്ന് രാവിലെ, അമ്മോ, ഇതും കൂടി കുടിച്ചിട്ട് പോ. അവളുടെ മമ്മി ഒരു ഗ്ലാസ് പാലുമായി പുറകെ നടക്കുകയാണ്. എൻ്റെ മമ്മി, എൻ്റെ വയറ് നിറഞ്ഞതാ. ഈ മമ്മിക്ക് എന്താ? ഞാൻ അവിടെ പോയി കിടന്നുറങ്ങാനാണോ ഇതെല്ലാം കൂടി എനിക്ക് തരുന്നത്? പെണ്ണെ, ആദ്യമായിട്ട് ജോലിക്ക് പോകുമ്പോൾ ക്ഷീണവും വിളർച്ചയൊന്നും ഉണ്ടാകാൻ പാടില്ല. കുടിച്ചേ അങ്ങോട്ട്. അവർ നിർബന്ധിച്ചത് ചുണ്ടിനോട് അടുപ്പിച്ചു. വേറെ നിവൃത്തിയില്ലാതെ അവളത് കുടിച്ചു. അവൾ ഒരുങ്ങി റെഡിയായി ഇറങ്ങാൻ തുടങ്ങി. ആദ്യം പപ്പയുടെ അടുത്തേക്ക് നടന്നു. പപ്പേ, കുഞ്ഞ് ഞങ്ങളുടെ ഭാഗ്യമാണ്. ഈ വീടിൻ്റെ വിളക്കാണ് എൻ്റെ അമ്മുക്കുട്ടി. നന്നായി വരും. അയാൾ അനുഗ്രഹിച്ചു. പപ്പയുടെ കാലിൽ തൊട്ട് അവൾ അനുഗ്രഹം വാങ്ങിച്ചു. പിന്നെ നേരെ മമ്മിയുടെ അടുത്തേക്ക് പോയി. അവിടുന്നും അവൾ അനുഗ്രഹം വാങ്ങിച്ചു. അവനെവിടെ? അശ്വിനെ കാണാൻ അവൾ സംശയത്തോടെ ചോദിച്ചു. ഇപ്പം വരും, കുളിച്ചിട്ടിറങ്ങിയായിരുന്നു, അവളുടെ മമ്മി പറഞ്ഞു. അമ്മൂസേ, ആ ചേട്ടായി, എന്നെ അനുഗ്രഹിക്കടാ. അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ കാലിൽ തൊട്ടു. പോയി നന്നായി പണ്ടാരം ഉടങ്ങിയിട്ട് വാ. അവൻ ചിരിച്ചുകൊണ്ട് അവളെ അനുഗ്രഹിച്ചതും അവളും പുഞ്ചിരിച്ചു. കുറച്ചു കഴിഞ്ഞതും സോനയും അങ്ങോട്ട് വന്നു. അവളും അവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങി. ഓട്ടോ പിടിച്ച് പിള്ളേരെ രണ്ടും കമ്പനിയുടെ മുൻപിലെത്തി. വർമ്മ ഗ്രൂപ്പ്സ് എന്ന് ബോർഡ് എഴുതിയ വലിയൊരു കമ്പനിക്ക് മുൻപിൽ അവർ നിന്നു.
എന്തുവാടി ഇത്? ഇവിടെയാണോ നമ്മൾ പണിയെടുക്കാൻ പോകുന്നത്? ഇതിനകത്ത് കയറിയാൽ ഇറങ്ങി വരേണ്ട വഴി കണ്ടുപിടിക്കാൻ തന്നെ നമ്മൾ ഒരാഴ്ച പിടിക്കുമല്ലോ. സോന അവളെ നോക്കി പറഞ്ഞു. വാ നമുക്ക് നോക്കാം. അമ്മു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. ഓ എങ്ങോട്ടാ? അവർ അകത്തേക്ക് കയറിയതും സെക്യൂരിറ്റി അവരെ കയ്യാട്ടി വിളിച്ചു. അത് ഞങ്ങൾ ഇവിടുത്തെ സ്റ്റാഫാണോ? അയാൾ സംശയത്തോട് ചോദിച്ചു. ആ അതെ. ഐ ഡി എവിടെ? അയാൾ കൈനീട്ടിക്കൊണ്ട് പറഞ്ഞു. അത് ന്യൂ സ്റ്റാഫ്സ് ആണ്. അമ്മു ആണ് മറുപടി പറഞ്ഞത്. പെട്ടെന്ന് അയാളുടെ റൂമിൽ ഒരു കോള് വന്നു. അയാൾ അതെടുത്ത് ചെവിയിലേക്ക് വെച്ചു. ഓക്കെ സർ, അയാൾ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു. അരുൺ സാറിൻ്റെ ആളുകളാണെന്ന് എന്താ പറയാഞ്ഞേ? സോറി മാഡം, അകത്തേക്ക് പോയിക്കോളൂ. അയാൾ താഴ്മയോടെ പറഞ്ഞതും അവർ ഞെട്ടിപ്പോയി. പിന്നെ ഒന്ന് ഗമയൊക്കെ ഇട്ടുകൊണ്ട് അകത്തേക്ക് നടന്നു. എടി, നമ്മൾ ഇവിടെ നിൽക്കുന്നത് അയാൾ എങ്ങനെ അറിഞ്ഞു? അമ്മു സംശയത്തോട് ചോദിച്ചു. CCTV കാണൂടി. അല്ല, ആ സാറെന്താ നമ്മൾ അയാളുടെ ആളുകളാണെന്ന് പറഞ്ഞത്? സോനയാണ് ചോദിച്ചത്. നമ്മളിവിടെ പുതിയതായിട്ട് വന്നതല്ലേടി, ഒന്ന് കംഫർട്ടാക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. അമ്മു ചിരിച്ചുകൊണ്ട് അവളോട് മറുപടി പറഞ്ഞു. അവർ ഓരോന്നും പറഞ്ഞ് ചിരിയോടെ അകത്തേക്ക് കയറി. ആത്മീയ മാഡം അല്ലേ? അവരെ കണ്ടൊരു സ്റ്റാഫ് ഇറങ്ങി വന്ന് ചോദിച്ചു. ആ അതെ, കമോൺ മാഡം. ആ പെൺകുട്ടി അവരെ സ്വീകരിച്ചു. അമ്മുവും സോനയും അവിടെ കാണുന്ന ഓരോ കാഴ്ചയിലും അത്ഭുതപ്പെട്ട് നിൽക്കുകയായിരുന്നു. അമ്മു, നമുക്ക് വട്ടായതാണോ അതോ ഇവർക്ക് വട്ടായതാണോ? സോന സംശയത്തോടെ അമ്മുവിനോട് ചോദിച്ചു. ട്രെയിനികൾക്ക് ഇത്രയും ബിൽഡപ്പൊക്കെ ഉണ്ടോ? അമ്മു സംശയത്തോടെ വീണ്ടും ചോദിച്ചു. അതാടി എനിക്കും സംശയം, സോനയും പറഞ്ഞു. ആ പെൺകുട്ടി അവരെയും കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. ഇനി എങ്ങനെയാടി നമ്മൾ ഇവിടുന്ന് തിരിച്ചിറങ്ങുന്നേ? ബസ് പിടിക്കേണ്ടി വരുമായിരിക്കുമോ? സോന സംശയത്തോടെ വീണ്ടും ചോദിച്ചു. ആർക്കറിയാം, നമുക്ക് തിരിച്ച് ചോദിച്ചു പോകാം. അമ്മു ചിരിച്ചു. മേഡം, ഇവിടെ ഇരുന്നാൽ മതി, തരുൺ സാറ് വിളിക്കും. ഒരു ക്യാബിൻ്റെ മുൻപിൽ അവരെ ഇരുത്തിക്കൊണ്ട് ആ പെൺകുട്ടി പറഞ്ഞതും അവർ യാന്ത്രികമായി തലയാട്ടിക്കൊണ്ട് അവിടെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞത് മറ്റൊരു പെൺകുട്ടി വന്ന് അവരെ തരുൺ വിളിക്കുന്നത് പറഞ്ഞു. അവർ രണ്ടും ക്യാബിനകത്തേക്ക് കയറി. എന്തോ ലാപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് തരുൺ. സോനയുടെ കണ്ണുകൾ അവൻ്റെ നേരെ തിരിഞ്ഞു. ഒരു ബ്ലാക്ക് കളർ ഫോർമൽ ഷർട്ടും പാൻറ്റുമാണ്. ഇൻഷർട്ട് ചെയ്തിരിക്കുകയാണ്. കഴുത്തിൽ സ്വർണ്ണമാല നെഞ്ചിലെ രോമത്തോട് ചേർന്ന് കിടപ്പുണ്ട്. ഷർട്ടിന്റെ ബട്ടൺസ് മുകളിൽ തുറന്നിട്ടിരിക്കുന്നത് കൊണ്ട് നല്ല വ്യക്തമായിട്ട് തന്നെ കാണാൻ പറ്റുമായിരുന്നു. ചെമ്പൻ മുടികൾ നെറ്റിയിലേക്ക് വീണ് കിടപ്പുണ്ട്. ഇരിക്കെ, മുൻപിലത്തെ കസേര ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ അവരോട് പറഞ്ഞതും അവർ രണ്ടും അവിടേക്കിരുന്നു. എങ്ങനെയുണ്ട് ഓഫീസ്? രണ്ടുപേർക്കും ഇഷ്ടമായോ? അവൻ ചിരിയോട് ചോദിച്ചു. ഓഫീസ് ഇഷ്ടമായി സർ, പക്ഷേ ഇവിടുന്ന് എങ്ങനെയാണ് ഞങ്ങൾ തിരിച്ചിറങ്ങുന്നേ? സോന അവനെ നോക്കി ചോദിച്ചു. അതെന്താ, താൻ ഇപ്പോഴേ ഇവിടുന്ന് പോവാണോ? അതല്ല, പോകുന്ന വഴി എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്നാ. എങ്ങോട്ട് നോക്കിയാലും വളവും തിരിവും. ഇത് പഠിക്കാൻ തന്നെ ഒരു സമയം എടുക്കുമല്ലോ. അവൾ സംശയത്തോടെ പറഞ്ഞു. അതോർത്ത് താൻ പേടിക്കണ്ട, തന്നെ 2 ദിവസം കൊണ്ട് ഞാൻ ഇവിടം ഫുള്ള് ഓടിപ്പിച്ചോളാം. എന്താ? അവൾ ഒന്നും കൂടി എടുത്തു ചോദിച്ചു. അല്ല, തന്നെ ഞാൻ ഇവിടെ എല്ലായിടോ പെട്ടെന്ന് പഠിപ്പിച്ചോളാന്ന് പറഞ്ഞതാ. അവൻ പറഞ്ഞുകൊണ്ട് ചിരിച്ചു. അതെന്താ? അവൾ വീണ്ടും ചോദിച്ചു. എന്നെ അസിസ്റ്റ് ചെയ്യുന്നത് താനായിരിക്കും. ഞാൻ ചെയ്യുന്ന വർക്ക്സ് ആയിരിക്കും താൻ ഇവിടെ പഠിക്കുന്നത്. അവൻ സോനയെ നോക്കി പറഞ്ഞു. അത് കേട്ടവളുടെ കണ്ണുകൾ വിടർന്നു. ശരിക്കും? അവൾ യാന്ത്രികമായി ചോദിച്ചതും അവൻ ചിരിയോടെ തലയാട്ടി. ആ ആത്മീയ, ഞാൻ എന്നെ ആയിരിക്കില്ല അസിസ്റ്റ് ചെയ്യുന്നത്, കമ്പനിയുടെ CEO ആയിരിക്കും, സിദ്ധാഭിഷേകിനെ. അവൻ പറഞ്ഞ പേര് കേട്ടതും അവളുടെ മനസ്സിലൂടെ ഒരു മിന്നൽ കടന്നുപോയി. അവളുടെ വയറ്റിൽ വെപ്രാളം അടിച്ചു. എന്താ മാതാവേ ഇത്? ആ പേര് കേൾക്കുമ്പോൾ ഞാൻ വെപ്രാളപ്പെടുന്ന എന്തിനാ? ഞാൻ CEO നേരിട്ട് അസിസ്റ്റ് ചെയ്യണമെന്നോ? എന്തായി കേൾക്കുന്നേ? അവൾ സ്വയം ചിന്തിച്ചു. ആ ആത്മീയ, താൻ ദേ എൻ്റെ ക്യാബിൻ്റെ ലെഫ്റ്റിലേക്ക് നടന്നോ, അവിടെയാണ് സിയോയുടെ റൂം. അവൻ പറഞ്ഞതും അവൾ തലയാട്ടി. എങ്കിൽ പൊയ്ക്കോ, തനിക്ക് വേണ്ടി സാർ അവിടെ വെയിറ്റിംഗ് ആണ്. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അയോട് തലയാട്ടി യാത്ര പറഞ്ഞിട്ടിറങ്ങി. സിദ്ധു, ആത്മീയ ഈസ് കമ്മിങ്. അവൾ ഇറങ്ങിയതും അവൻ ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. മറുവശത്തു നിന്നും അവൻ മൂളിക്കൊണ്ട് ഫോൺ വെച്ചു. ഐ ആം വെയിറ്റിംഗ് മൈ ഡിയർ വൈഫി. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അവൻ്റെ ക്യാബിൻ ലക്ഷ്യമാക്കി നടന്നു. സിദ്ധാഭിഷേക്. അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. എന്തൊക്കെയോ ഒരുതരം വെപ്രാൾ അവൾക്ക് തോന്നി. ഇടം കണ്ണ് തുടിച്ചു, ചുണ്ടുകൾ വിറച്ചു. ശരീരത്തിൽ മുഴുവൻ എന്തൊക്കെയോ ഒരുതരം വികാരം പൊതിയുന്നത് പോലെ അവൾക്ക് തോന്നിയിരുന്നു. അവളുടെ തന്നെ മാറ്റത്തിൽ അവൾക്ക് അത്ഭുതം തോന്നി. കുറച്ചു മുൻപിലേക്ക് നടന്നതും കണ്ടു അവൻ്റെ പേരും ഡെസിഗ്നേഷനും എഴുതിയ ഡോർ. അവൾ പതിയെ അത് തുറന്നു. മേ ഐ കം ഇൻ സർ? അവൾ വാതിൽ തുറന്നുകൊണ്ട് പറഞ്ഞു. യെസ്, കം ഇൻസൈഡ് മിസ് ആത്മീയ മോഹൻ. അവൻ ചിരിച്ചുകൊണ്ട് അയലിൽ നിന്നും കണ്ണുകൾ ഉയർത്തി അവളെ നോക്കി പറഞ്ഞതും അവൾ ഞെട്ടി. താൻ സ്വപ്നത്തിൽ കാണുന്ന അതേ ചിരി, അതേ ദൃഢമായ ശരീരം, തന്നെ കുസൃതിയോടെ നോക്കുന്ന ആ കണ്ണുകൾ, തൻ്റെ ശരീരത്തിൽ അലഞ്ഞു നടന്ന ആ മുടികൾ, താൻ വിരലിട്ട് കറക്കിയ ആ മാല, എല്ലാം കൂടി കണ്ടതും അവൾ ആലോചിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അവിടെ നിന്ന് എൻ്റെ ചോര ഊറ്റി കുടിക്കാനല്ല പറഞ്ഞത്, കം ഇൻസൈഡ്. അവൻ വീണ്ടും ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ചമ്മി. പിന്നെ അവനെ നല്ലതുപോലെ ഒന്ന് ഇളിച്ചു കാണിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് നടന്നു. ഇരിക്കെ. മുൻപിൽ കാണുന്ന കസേരയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ അവനെ ഒന്ന് നോക്കിയിട്ട് അവിടേക്കിരുന്നു. അപ്പോഴും അവൾ വിറയ്ക്കുകയായിരുന്നു. AC കൂട്ടിയിടണോ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ ടേബിളിൽ വെച്ചിരുന്ന ആ നെയിം ബോർഡിലേക്ക് ശ്രദ്ധിച്ചു.
സിദ്ധാഭിഷേക് CEO എന്ന നെയിം ബോർഡിലേക്ക് അവളുടെ കണ്ണുകൾ പറഞ്ഞു. ആത്മീയ. അവൻ ടേബിളിൽ തട്ടി വിളിച്ചതും അവൾ ഞെട്ടലോടെ അവനെ നോക്കി. സോറി സർ, ഞാൻ എന്താ ചോദിച്ചേ? അവൾ സംശയത്തോടെ ചോദിച്ചു. ഇല്ല, താനിരുന്ന് വിയർക്കുന്നത് കണ്ട് ചോദിച്ചതാ AC കൂട്ടണോന്ന്. വേണ്ട, അത് ടെൻഷൻ കൊണ്ടാ, അവൾ വിറച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ തന്നോട് കൂളായിട്ടല്ലേ സംസാരിക്കുന്നേ, പിന്നെ താനതിനെ ഇങ്ങനെ ടെൻഷനാകുന്നേ? അവൻ ചിരിയോടെ വീണ്ടും ചോദിച്ചു. അത് പുതിയ സ്ഥലമൊക്കെ ആയതുകൊണ്ട്, പിന്നെ സോന അവിടെ അല്ലേ, അതുകൊണ്ട്. അവൾ വിറച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ചിരിച്ചു. പിന്നെ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് നടന്നു. ജസ്റ്റ് കൂൾ ഡൗൺ അമ്മൂട്ടാ, സോനയൊന്നും എപ്പോഴും കൂടെ കാണണമെന്നില്ലല്ലോ, ഒറ്റയ്ക്കും ജീവിക്കണ്ടേ? അവൻ കുനിഞ്ഞ് അവളുടെ ഷോൾഡറിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. വൺസ് മോർ അമ്മൂട്ട, സ്വപ്നത്തിൽ അവൻ പറഞ്ഞത് അവൾ ഓർത്തു. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. പിന്നെ വലിച്ചു തുറന്നുകൊണ്ട് അവനെ നോക്കി. എന്താ വിളിച്ചേ? അവൾ പകപ്പോട് ചോദിച്ചു. തൻ്റെ വീട്ടിൽ വിളിക്കുന്ന ആ നെയ്മല്ലേ, CV-യിൽ കണ്ടു. ഞാൻ ജസ്റ്റ് തന്നെ ഒന്ന് കൂളാക്കാൻ വേണ്ടി വിളിച്ചതാ. അവൻ പറഞ്ഞതും അവൾ യാന്ത്രികമായി തലയാട്ടി. തരുൺ തന്നോടെല്ലാം പറഞ്ഞു കാണുമല്ലോ, താനായിരിക്കും എന്നെ അസിസ്റ്റ് ചെയ്യുന്നത്. ഞാനങ്ങനെ ആരെയും നേരിട്ട് എൻ്റെ അസിസ്റ്റൻ്റ് ആക്കാറില്ല. ബട്ട് ഹിയർ എന്തോ എനിക്കങ്ങനെ തോന്നി, അതുകൊണ്ടാ തന്നെ ഞാൻ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചത്. പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ തനിക്ക്? അവൻ അവളെ നോക്കി ചോദിച്ചു. നോ പ്രോബ്ലം സർ. ഓക്കെ, പിന്നെ മേ ബി താൻ എൻ്റെ ഒപ്പം സൈറ്റ് വിസിറ്റിങ്ങിനൊക്കെ പുറത്തേക്ക് വരേണ്ടി വരും. അതൊന്നും പ്രശ്നമില്ലല്ലോ? ഇല്ല, എനിക്ക് രാവിലെ മുതൽ വൈകിട്ട് 6 മണി വരെ ആയിരിക്കും വർക്ക്. സോനയ്ക്കും അതേ ടൈം തന്നെ ആയിരിക്കും. അത് നിങ്ങളുടെ ഒരു കംഫർട്ടിന് വേണ്ടി ചെയ്തതാണ്. ബസ്സൊക്കെ കഴിഞ്ഞ് തരുൺ നിങ്ങളെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യും. അവൻ പറഞ്ഞതും അവൾ തലയാട്ടി. പിന്നെ ബോണ്ടിനെ പറ്റിയൊക്കെ തരുൺ പറഞ്ഞിട്ടുണ്ടല്ലോ? ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഓക്കെ ആണ് സർ. ശരി, ഞാൻ തരുണിനെ വിളിച്ച് പറഞ്ഞേക്കാം. ഒരു ഫോം തരും, അതിൽ ബോണ്ടിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം വായിച്ച് നോക്കി ഫില്ല് ചെയ്ത് സൈൻ ചെയ്തിട്ട് വാ. ഫസ്റ്റ് വർക്ക് തരാം. അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് എഴുന്നേറ്റ് ഡോർ തുറന്നു. ഡോർ അടയുന്നതിന് മുൻപേ അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി. അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവൻ. അത് കണ്ടതും അവനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ വാതിലടച്ചു. അവൾ അവിടെ നിന്നും ഇറങ്ങിപ്പോയതും അവൻ്റെ ചുണ്ടിൽ പുച്ഛച്ചിരി വിടർന്നു.